Hello students, let us see the next topic, that is types of read-only memories. The first type is programmable read-only memory, that is PROM, or PROM. Allows the data to be loaded by a user. So user can load the data. Process of inserting the data is irreversible. അതായത് ഇവിടെ നമുക്ക് ഡേറ്റ അതിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. അതാണ് ഇറിവേഴ്സിബിൾ ആണെന്ന് മീനിങ്. ഇറ്റ് നീഡ് സ്പെഷ്യൽ എക്യുപ്മെൻറ്റ് ടു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ എക്യുപ്മെൻറ്റ് വേണ്ടി വരും. ആൻഡ് പ്രൊവൈഡിങ് ദ പ്രോഗ്രാമിംഗ് കെപ്പബിലിറ്റി ടു എ യൂസർ മേ ബി ബെറ്റർ. അതായത് ഇതിൽ നമുക്ക് ഈ പ്രോം യൂസ് ചെയ്തിട്ടാണെങ്കിൽ പ്രോഗ്രാമിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ കെപ്പബിലിറ്റി ഒരു യൂസറിന് കൂടുതൽ ബെറ്റർ ആയിരിക്കും കമ്പയർഡ് ടു അതർ ടൈപ്സ്. നെക്സ്റ്റ് ഇസ് ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ദ സ്റ്റോർഡ് ഡേറ്റ ടു ബി ഇറേസ്ഡ് ആൻഡ് ന്യൂ ഡേറ്റ ടു ബി ലോഡഡ്. അതായത് നമുക്കിപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്രോമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡേറ്റ ഇറേസ് ചെയ്യാൻ പറ്റും. അതായത് അതിന് നമുക്കിപ്പം സപ്പോസ് ഓൾറെഡി ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ അത് നമുക്ക് കളഞ്ഞിട്ട് പുതിയൊരു പ്രോഗ്രാം അതിൽ ലോഡ് ചെയ്യണമെങ്കിൽ അത് പോസിബിളാണ്. അപ്പോൾ ഇവിടെ ഡേറ്റ ഇറേസ് ചെയ്യാൻ പറ്റും, പുതിയ ഡേറ്റ ലോഡ് ചെയ്യാൻ പറ്റും. ആൻഡ് അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ EEPROM ചിപ്പ് ഹാസ് എ സ്മോൾ വിൻഡോ ഓൺ ടോപ്പ് അലൗവിങ് ഇറ്റ് ടു ബി ഇറേസ്ഡ് ബൈ ഷൈനിങ് അൾട്രാ വയലറ്റ് ലൈറ്റ് ഓൺ ഇറ്റ്. അതായത് അൾട്രാ വയലറ്റ് UV ലൈറ്റ് അത് ഒരു സ്മോൾ വിൻഡോ ത്രൂ അല്ലെങ്കിൽ ചെറിയൊരു വിൻഡോ വഴി അത് അതിലേക്ക് കടത്തിവിടും. എന്നിട്ട് അത് അനുസരിച്ചാണ് അത് ഇറേസ് ആവുന്നത്. ആൻഡ് ആഫ്റ്റർ റീപ്രോഗ്രാമിംഗ് ദ വിൻഡോ ഈസ് കവേർഡ് ടു പ്രിവെൻറ്റ് ന്യൂ കണ്ടൻറ്റ്സ് ബീങ് ഇറേസ്ഡ്. അതായത് ആ ഒരു വിൻഡോ പിന്നീട് കവർ ചെയ്യണം, കാരണം അത് വീണ്ടും വേറെ പുതിയ കണ്ടൻറ്റ് ഇറേസ് ആവാതിരിക്കാൻ അത് വീണ്ടും കവർ ചെയ്യണം. ക്യാൻ ടേക്ക് 20 minutes ടു ഇറേസ്. അതായത് 20 minutes വരെ എടുക്കും ഇറേസ് ചെയ്യാൻ വേണ്ടി. ദെൻ ഓൺലി 1 ട്രാൻസിസ്റ്റർ പെർ ബിറ്റ്. അതായത് ഇതിനെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഒരു ട്രാൻസിസ്റ്ററാണ് ഒരു ബിറ്റിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ഡ്യൂറിങ് ദ ഡെവലപ്മെൻറ്റ് ഫേസ് ഓഫ് ഡിജിറ്റൽ സിസ്റ്റംസ്. ഡിജിറ്റൽ സിസ്റ്റംസിൽ നമുക്കതിൻ്റെ ആ ഒരു ഇനീഷ്യൽ ഫേസിൽ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റെപ്സ് എല്ലാം ഇവിടെ ഈ ഒരു റോം യൂസ് ചെയ്തിട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഫ്ലെക്സിബിൾ ആണ് അതുകൊണ്ട് തന്നെ. നെക്സ്റ്റ് ഇസ് EEPROM, ദാറ്റ് ഇസ് ഇലക്ട്രിക്കലി ഇറേസിബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ EEPROMൽ കണ്ടൻസ് ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് ഇറേസ് ഇലക്ട്രിക്കലി. അതായത് UV ലൈറ്റ് യൂസ് ചെയ്യുന്നില്ല, അപ്പം ഇലക്ട്രിക്കലി ആണ് ഇറേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് EEPROM എന്ന് പറയുന്നത്. ടേക്സ് മച്ച് ലോങ്കർ ടു റൈറ്റ് ദാൻ റീഡ്. റീഡ് ചെയ്യുന്നതിനേക്കാളും റൈറ്റ് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും. സെവറൽ 100 microseconds വരെ എടുക്കാം. ക്യാൻ റീറൈറ്റ് സിംഗിൾ ബൈറ്റ്സ്. ഓക്കെ, സിംഗിൾ ബൈറ്റ്സ് വീണ്ടും റീറൈറ്റ് ചെയ്യാൻ പറ്റും. ലെസ് ഡെൻസ് ദാൻ EEPROM. അതായത് ഡെൻസിറ്റി, ദാറ്റ് ഈസ് ഡെൻസിറ്റി നമ്മൾ പറയുന്നത് വെച്ചാൽ എത്ര കമ്പോണൻസ് ആ ഒരു ചിപ്പിൽ ചെറിയ ഏരിയയിൽ, ഇപ്പോൾ ഹൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കൂടുതൽ കമ്പോണൻസ് ഒരു ചെറിയ ഏരിയയിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും, അതാണ് ഉദ്ദേശിക്കുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അത് കുറവാണ്, അതായത് EEPROMനേക്കാളും കുറവാണ് ഡെൻസിറ്റി. ദാറ്റ് മീൻസ് കുറച്ച് കമ്പോണൻസ് മാത്രമേ ചെറിയൊരു ഏരിയയിൽ അതിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ അതിനെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് റോം എന്ന് പറയുന്നത് ഫ്ലാഷ് മെമ്മറിയാണ്. ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത് അത് ഹൈ സ്പീഡാണ് ആക്ച്വലി, അതായത് കൂടുതൽ സ്പീഡ് കൂടുതലാണ്. അതുപോലെ തന്നെ റീഡ് ദ കണ്ടൻസ് ഓഫ് സിംഗിൾ സെൽ ബട്ട് റൈറ്റ് ദ കണ്ടൻസ് ഓഫ് എൻറ്റയർ ബ്ലോക്ക് ഓഫ് സെൽസ്. അതായത് റീഡ് ചെയ്യുമ്പോൾ ഒരു സിംഗിൾ സെല്ലാണ് റീഡ് ചെയ്യുന്നത്, പക്ഷേ റൈറ്റ് ചെയ്യുന്നത് ഒരു എൻറ്റയർ ബ്ലോക്ക് ഓഫ് സെൽസ് റൈറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഹയർ കപ്പാസിറ്റിയാണ് ആൻഡ് ലോ സ്റ്റോറേജ് കോസ്റ്റ് പെർ ബിറ്റ്. കോസ്റ്റ് കുറവാണ്. ദെൻ പവർ കൺസംഷൻ ഓഫ് ഫ്ലാഷ് മെമ്മറി ഈസ് വെരി ലോ. അതാണ് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അതായത് പവർ കൺസംഷൻ കുറവാണ്. മേക്കിംഗ് ഇറ്റ് അട്രാക്റ്റീവ് ഫോർ യൂസ് ഇൻ എക്യുപ്മെൻറ്റ് ദാറ്റ് ഈസ് ബാറ്ററി ഡ്രിവൻ. അതായത് ബാറ്ററി യൂസ് ചെയ്തിട്ടുള്ള എക്യുപ്മെൻറ്റിലാണ് അത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ദെൻ ഹൈ ഡെൻസിറ്റി, ഓൺലി 1 ട്രാൻസിസ്റ്റർ പെർ ബിറ്റ്, ഡെൻസിറ്റി ഹൈ ആണ്. ദെൻ ഫാസ്റ്റ് റീഡ് സ്പീഡ്സ് ബട്ട് നോട്ട് ആസ് ഗുഡ് ആസ് DRAM. അതായത് നമ്മൾ DRAM കണ്ടല്ലോ, ഡൈനാമിക് റാം, അതിനേക്കാളും കുറവാണ് സ്പീഡ്. ദെൻ ഇറേസ് വെരി സ്ലോ, സെറ്റ്സ് ദ ബ്ലോക്സ് ടു ഓൾ വൺസ്. അതായത് ഇറേസ് ചെയ്യാൻ വേണ്ടി എല്ലാ ബ്ലോക്സും 1 ആക്കി വെക്കും. ആഫ്റ്റർ എ ബ്ലോക്ക് ഈസ് ഇറേസ്ഡ് സീറോസ് ക്യാൻ ബി റിട്ടൺ ടു ഇൻഡിവിജ്വൽ ബിറ്റ്സ്. അപ്പോൾ അത് ബ്ലോക്ക് ഇറേസ് ചെയ്ത് കഴിഞ്ഞാൽ സീറോസ് വീണ്ടും അതിലേക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും.
ബട്ട് ലാർജ് ബ്ലോക്ക് സൈസ് ഫോർ ഇറേസർ മേക്സ് ദം കൺസിഡറബിളി ഫാസ്റ്റർ ദാൻ അതർ EEPROMs. അതായത് ഈ EEPROMs വേറെയും പ്രോംസിൻ്റെ അതിനേക്കാളും ഫാസ്റ്ററാണ്. കാരണം എന്ന് വെച്ചാൽ ബ്ലോക്ക് സൈസ്, അതായത് വെരി ലാർജ് സൈസിൻ്റെ ബ്ലോക്ക് അത് ഇറേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ടിപ്പിക്കൽ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 512, അതായത് 512, ഓക്കെ, ദെൻ 2048, ദാറ്റ് ഈസ് 2048, ദെൻ 4096, ഇത്രയും സൈസിൻ്റെ ബ്ലോക്സ് ഇറേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ വി ഹാവ് ആപ്ലിക്കേഷൻസ് ഓഫ് റോം. അപ്പോൾ നമുക്ക് അറിയാം മോസ്റ്റ്ലി ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ബയോസ് ചിപ്പിൽ യൂസ് ചെയ്യുന്നത്, അതായത് അപ്പം നമുക്ക് സിസ്റ്റം ബൂട്ട് ചെയ്യാൻ വേണ്ടിയെല്ലാം, കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അതാണ് ബയോസ്, അതായത് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അപ്പോൾ അതിന് ആ ചിപ്സ് യൂസ് ചെയ്യുന്നത് റോം യൂസ് ചെയ്തിട്ടാണ്. ദെൻ മൊബൈൽ ഫോൺസ് അതിന് വേണ്ടി, അതായത് ഫോർ പ്രൊവൈഡിങ് യൂസർ സ്പെസിഫിക് സെലക്ഷൻസിന് വേണ്ടി മൊബൈൽ ഫോൺസിൽ യൂസ് ചെയ്യാം. ദെൻ വീഡിയോ ഗെയിം കൺസോൾസിൽ യൂസ് ചെയ്യാം. ഇംപ്ലാന്റബിൾ മെഡിക്കൽ ഡിവൈസസ്, അതായത് മെഡിക്കൽ ഡിവൈസ്, ഇപ്പോൾ നമുക്ക് ചില സമയത്ത് ഇൻറ്റേർണൽ ഡയഗ്നോസിസിനെല്ലാം വേണ്ടി വരും ഇംപ്ലാന്റബിൾ ഡിവൈസ്, അതിൽ റോം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ ക്യാമറാസ്, അവിടെയും റോം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നമുക്ക് ഈ ഒരു 5th മൊഡ്യൂളിൻ്റെ ടോപ്പിക്സ് കഴിഞ്ഞു, അതായത് 5th മൊഡ്യൂൾ കഴിഞ്ഞു. ഇനി നമുക്ക് 6th മൊഡ്യൂളിൻ്റെ ക്യാഷെ മെമ്മറീൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് ക്യാഷെ മെമ്മറി, എന്താണ് അതിൻ്റെ ഫങ്ഷൻസ്. Now cache memory is an extremely fast and relatively small memory that stores the most recently used main memory data. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്യാഷെ മെമ്മറിയുടെ മെയിൻ ഇതെന്ന് വെച്ചാൽ ഫാസ്റ്റാണ്. ഓക്കെ, എക്സ്ട്രീംലി ഫാസ്റ്റാണ് ആൻഡ് റിലേറ്റീവ്ലി സ്മോൾ മെമ്മറിയാണ് കമ്പയർഡ് ടു ദ മെയിൻ മെമ്മറി. ആൻഡ് അത് സ്റ്റോർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് റീസെൻറ്റ്, അതായത് എപ്പോഴും യൂസ് ചെയ്യുന്ന ഡേറ്റ. അപ്പം അത് മെയിൻ മെമ്മറിയിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഈ ക്യാഷെ മെമ്മറിയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു സ്പീഡ് അപ്പ് ആൻഡ് സിങ്കണൈസ് വിത്ത് ദ ഹൈ സ്പീഡ് CPU. CPUവിൻ്റെ സ്പീഡും അത് സിങ്കണൈസ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ സ്പീഡ് ചെയ്യാൻ വേണ്ടിയാണ് ക്യാഷെ മെമ്മറി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോസ്റ്റ്ലിയർ ദാൻ ദ മെയിൻ മെമ്മറി ഓർ ഡിസ്ക് മെമ്മറി ബട്ട് ഇക്കണോമിക്കൽ ദാൻ CPU രജിസ്റ്റേഴ്സ്. അതായത് കോസ്റ്റ്ലി ആണ് മെയിൻ മെമ്മറിനേക്കാളും ഡിസ്ക് മെമ്മറിനേക്കാളും, പക്ഷേ CPU രജിസ്റ്ററിനേക്കാളും ഇക്കണോമിക്കലാണ്. It holds frequently used data and instructions so that they are immediately available to the CPU when needed. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, അതായത് എപ്പോഴും യൂസ് ചെയ്യുന്ന എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്ന ഡേറ്റയും പിന്നെ ഇൻസ്ട്രക്ഷൻസും അതെല്ലാം അതിൽ സ്റ്റോർ ചെയ്യും. സോ ദാറ്റ് പെട്ടെന്ന് തന്നെ CPUവിന് എപ്പോഴാണോ വേണ്ടുന്നത് ആ സമയത്ത് അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം ഇതാണ് ഫിഗർ കണ്ടോ, പ്രോസസ്സറും മെയിൻ മെമ്മറി, അതിനിടയിലാണ് ക്യാഷെ മെമ്മറി. അപ്പോൾ ക്യാഷെ മെമ്മറി സ്മോളാണ്, അപ്പോൾ അതിൽ അതായത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ട ഡേറ്റ എല്ലാം അതിൽ സ്റ്റോർ ചെയ്ത് വെക്കും. സോ ദ പ്രോസസ്സർ ഡസ് നോട്ട് ഹാവ് ടു ഗോ ടു ദ മെയിൻ മെമ്മറിയിലേക്ക് പോയിട്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ആ ആക്സസ് ടൈമും അതെല്ലാം കുറയും, അതായത് പെട്ടെന്ന് തന്നെ ഡേറ്റ എടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. Then cache memory is used to reduce the average time to access data from the main memory. അതായത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മെയിൻ മെമ്മറിയിൽ നിന്ന് എടുക്കാൻ ആക്സസ് ചെയ്യാൻ വേണ്ടി സമയമെടുക്കും. അത് മെയിൻ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി സമയമെടുക്കും. അപ്പോൾ അത് കുറക്കാൻ പറ്റും, ആ സമയം നമുക്ക് കുറക്കാം. Then cache is a smaller and faster memory which stores the copies of the data from frequently used main memory location. എപ്പോഴും യൂസ് ചെയ്യുന്ന ആ ഒരു ഡേറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. And there are various different independent caches in a CPU which store instructions and data. അതായത് ചിലപ്പം 1-2 ടൈപ്സ് ഓഫ് കാഷേസ് അതിലുണ്ടാവാം, ഇൻസ്ട്രക്ഷനും ഡേറ്റയും സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഇനി അതിൻ്റെ ഒരു കോൺസെപ്റ്റ് കൂടി നോക്കാം നമുക്ക്. കാഷെ പെർഫോമൻസ് ആണ്. അതായത് when the processor needs to read or write a location in the main memory, it first checks for a corresponding entry in the cache. അതായത് പ്രോസസ്സറിന് സപ്പോസ് ഇപ്പോൾ റൈറ്റ് ചെയ്യണം. ഓക്കെ, മെയിൻ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യണം, അതുപോലെ തന്നെ അതിലേക്ക് റൈറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ കാഷെ മെമ്മറിയിൽ ചെക്ക് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് ആ മെമ്മറി ഇപ്പോൾ വേണ്ടുന്ന മെമ്മറി ലൊക്കേഷൻ അത് കാഷെയിൽ ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് ഇഫ് ദ പ്രൊസസ്സർ ഫൈൻഡ്സ് ദാറ്റ് ദ മെമ്മറി ലൊക്കേഷൻ ഈസ് ഇൻ ദ കാഷെ, എ കാഷെ ഹിറ്റ് ആസ് ഓക്കേർഡ് ആൻഡ് ഡേറ്റ ഈസ് റെഡ് ഫ്രം ദ കാഷെ. അപ്പം അതായത് ഇപ്പോൾ പ്രൊസസ്സറിന് ഒരു ലൊക്കേഷൻ വേണമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഡേറ്റ വേണം. ആ ലൊക്കേഷൻ ശരിക്കും
ക്യാഷെ മെമ്മറിയിൽ ഓൾറെഡി അത് ഉണ്ടെങ്കിൽ അതിനെയാണ് ക്യാഷെ ഹിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡേറ്റ അതിൽ നിന്നിട്ട് റീഡ് ചെയ്യും. ഇനി ഇഫ് ദ പ്രൊസസ്സർ ഡസ് നോട്ട് ഫൈൻഡ് ദ മെമ്മറി ലൊക്കേഷൻ ദെൻ എ ക്യാഷെ മിസ് ഹാസ് ഓക്കേർഡ്. അപ്പോൾ ഈ രണ്ട് ടേംസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർക്കാം. എന്താണ് ക്യാഷെ ഹിറ്റും ക്യാഷെ മിസ്സും? അതായത് ഇഫ് ദ പ്രൊസസ്സർ ഫൈൻഡ്സ്, അതായത് ആ മെമ്മറി ലൊക്കേഷൻ ഏതാണോ നോക്കുന്നത് ആ ലൊക്കേഷൻ ക്യാഷെ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ അത് ക്യാഷെ ഹിറ്റാണ്. പക്ഷേ അത് ഇല്ലെങ്കിൽ ക്യാഷെ മിസ്സാണ്. ആൻഡ് ഫോർ എ ക്യാഷെ മിസ്സിൻ്റെ കേസിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇറ്റ് അലോക്കേറ്റ്സ് എ ന്യൂ എൻട്രി ആൻഡ് കോപ്പീസ് ഇൻ ഡേറ്റ ഫ്രം ദ മെയിൻ മെമ്മറി ദെൻ റിക്വസ്റ്റ് ഇസ് ഫുൾഫിൽഡ് ഫ്രം ദ കണ്ടൻസ് ഓഫ് ദ ക്യാഷെ. അതായത് ക്യാഷെ ഒരു പുതിയ ഒരു എന്താ പറയുക ഒരു അത് ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ എൻട്രി അവിടെ വെക്കും. എന്നിട്ട് അത് ഡേറ്റ മെയിൻ മെമ്മറിയിൽ നിന്ന് എടുക്കും. കാരണം അത് അവിടെ ഇല്ലല്ലോ, അപ്പം മെയിൻ മെമ്മറിയിൽ ആണുള്ളത്. ഇപ്പം പ്രൊസസ്സറിന് ഏത് ഡേറ്റ വേണ്ടത് അല്ലെങ്കിൽ ഏത് ലൊക്കേഷനാണ് വേണ്ടത് അത് മെയിൻ മെമ്മറിയിലുള്ളത്. അപ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്ന് അത് കോപ്പി ചെയ്ത് ഇങ്ങോട്ടേക്ക് എടുക്കും. ഓക്കെ, അതാണ് ചെയ്യുന്നത് ക്യാഷെ മിസ്സിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽസ് നോക്കാം ക്യാഷെ മെമ്മറീൻ്റെ.